അത് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക. ഇതാണ് ലാപ്പിൻ്റെ NVMe SSD ആണ് ഇത്. ഇന്നൊരു HP ലാപ്ടോപ്പ് സർവീസിന് വന്നിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ഓണായി കഴിയുമ്പോൾ CPU ഫാന് റണ്ണിങ് സൗണ്ട് ഹെവി ആയിട്ട് കേൾക്കുന്നുണ്ട്. അതുമല്ല ലാപ്ടോപ്പ് നല്ല ഹീറ്റാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ റൈസൺ ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് അഴിച്ചു നോക്കണം. റൈസൺ 3 ആണ് പ്രൊസസ്സർ. ഏതായാലും AMD ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ഹീറ്റിംഗ് വരാൻ ചാൻസസ് ഉണ്ട്. 3 ഇയർ ഓൾഡ് ലാപ്പ് ആയതുകൊണ്ട് നമുക്ക് ഏതായാലും ഒന്ന് അഴിച്ചു നോക്കാം. ലാപ്ടോപ്പ് ഈസ് വർക്കിംഗ് ആണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹീറ്റിംഗ് ആണ് ഇഷ്യൂ. ഏതായാലും നമുക്കൊന്ന് അഴിച്ചു നോക്കാം. HP ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ലാപ്പാണ്. നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം. One hour later. നമ്മളെല്ലാ സ്ക്രൂകളും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കണം എല്ലാ സ്ക്രൂകളും കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഇനി നമുക്ക് ലാപ്പ് ഓപ്പൺ ആക്കാം. നമ്മളെപ്പോഴും ഇച്ചിരി കെയർഫുള്ളി ആയിട്ട് അഴിക്കണം. ഇതൊക്കെ ഇപ്പോഴത്തെ വരുന്ന ലാപ്പെല്ലാം ഒത്തിരി സ്ലിമ്മാണ്. പറ്റുന്നത്ര നമ്മൾ നഗരിട്ടെടുക്കുന്നതാണ് നല്ലത്. പക്ഷെ നമുക്കൊരു ലാപ്പ് അഴിക്കുമ്പോൾ മനസ്സിലാവും ഇതിനു മുന്നേ ആരും ഓപ്പൺ ആക്കിയിട്ടുണ്ടോ കാര്യങ്ങൾ. വെച്ചാൽ നല്ല ടൈറ്റാണ് ലാപ്പ്. അങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട് ഫൈനലി. യെസ്, നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ട് ഓപ്പൺ ആക്കണം. ഒറ്റ പൊക്ക് പിടിച്ച് പൊക്കിയേക്കല്ല ഒരിക്കലും. നമ്മളെ സൈഡെല്ലാം ഒന്ന്
ആദ്യം നോക്കുക വിട്ട് വന്നിട്ടുണ്ടോ, എല്ലാ സൈഡും ഓപ്പൺ ആയിട്ടുണ്ടോ. അതിനുശേഷം മാത്രം ഈ ബാക്ക് സൈഡ് ബോട്ടം നമ്മളിങ്ങനെ നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കുക. 3 hours later. യെസ്, ലാപ്ടോപ്പിന് ഡസ്റ്റുണ്ട്, അതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. CPU ഫാനിൽ നല്ല ഡസ്റ്റുണ്ട്, അത്ര ഒതിയൊന്നുമില്ല. എന്നാലും നമ്മൾ ഫൈനലി ലാപ്ടോപ്പ് അഴിച്ചു. അപ്പോൾ അതിൻ്റെ CPU ഫാനിൽ ഒരുമാതിരി ഡസ്റ്റുണ്ട്, ഒത്തിരി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ കണക്ടർ ഒന്ന് റിമൂവ് ചെയ്യണം. ഇതേ കണ്ടില്ലേ, നമ്മൾ നോക്കിയപ്പോൾ എന്താ ഇത്രയും ഡസ്റ്റുണ്ട്, ഒത്തിരി ഒന്നുമില്ല. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. മെയിനായിട്ട് നമ്മൾ ഇത് കണ്ടില്ല, ഇവിടെ അലുമിനിയം ഇതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഡസ്റ്റ് ക്ലീൻ ആക്കാൻ നേരത്ത് ഈ CPU-ൻ്റെ അലുമിനിയത്തിൻ്റെ ഇതെങ്ങനെ നമ്മുടെ മദർ ബോർഡിൽ ടച്ചായാൽ മദർ ബോർഡ് ഷോർട്ടാവും, കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ട് ചെയ്യുക. നമ്മളിതിനെ രണ്ട് സൈഡിലും കറക്റ്റ് ക്ലീൻ ചെയ്യണം. ഇതിലിങ്ങനെ ഡസ്റ്റ് ഇരുന്നതും കൊണ്ടാണ് ലാപ്പ് ഓണാക്കി കഴിയുമ്പം നല്ല രീതിയിൽ ഹീറ്റാവുന്നുണ്ട് ലാപ്ടോപ്പ്. അതുമല്ല CPU ഫാൻ്റെ നല്ല സൗണ്ട് കൊണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ഡസ്റ്റൊന്നും ബ്ലോക്കില്ലായിരുന്നു, ലേശം ഡസ്റ്റേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ലാപ്പ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി അസംബിൾ ചെയ്യാം.
ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യാൻ നേരത്ത് ഇവിടെ ഒരു ലോക്കുണ്ട്, അത് ഫിക്സ് ആയോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു സ്ക്രൂ ഉണ്ട് CPU ഫാനിന്. ഇത് ഇവിടെ ഒരു സ്ക്രൂ ആണുള്ളത്, അത് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക. ഇതാണ് ലാപ്പിൻ്റെ NVMe SSD ആണ് ഈ കാണുന്നത്. ഇതാണ് റാം. നമുക്ക് ഇനി ആഡ് ചെയ്യണതിൽ ഇപ്പോൾ 8 ഉണ്ട്, ഒരു 8 GB കൂടെ ഇതിൽ ആഡ് ചെയ്ത്. ഇതാണ് റാമിൻ്റെ സെക്കൻഡ് സ്ലോട്ട്. ഇതാണ് നമ്മുടെ റൈസൻ പ്രൊസസ്സർ വരുന്നത്, AMDയുടെ റൈസൻ 3. പിന്നെ ഇത് HDD ഉണ്ട്, നമ്മൾ എക്സ്റ്റേണൽ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളതാണ്. ഇത് 1 TB വരും. ഇപ്പം ഇതാണ് നമ്മുടെ ലാപ്പിൻ്റെ ബാറ്ററിയാണ്. ഇൻബിൽട്ട് ലിഥിയം സെല്ലാണ് ഈ വരുന്നത്, 3 സെല്ല്. അപ്പോൾ ഇതാണ് സ്പീക്കർ. പിന്നെ നമുക്കിനി നമ്മുടെ കണക്ടറിന് അങ്ങനെ തന്നെ ഇത് എടുത്തിട്ട് വേണം ചെയ്യാൻ. CPU ഫാനിൻ്റെ മുകളിലുള്ള ഇതാണ്. യെസ്. അപ്പം നമുക്കിനി ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. യെസ്. ഇപ്പോൾ കണ്ടില്ലേ CPU ഫാൻ എത്ര ക്ലീൻ ആയെന്ന് കണ്ടോ. അപ്പോൾ എവറിത്തിങ് ഈസ് ഡൺ. നമ്മളിനി റീഅസംബിൾ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാൻ, നല്ല ക്ലീൻ ഉണ്ട് ലാപ്പ്. ഇനി ഇതും കൂടെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഡസ്റ്റ് കാര്യമൊക്കെ ഉണ്ട്. അപ്പം ഞാനിതേതായാലും ഓഫീസിൻ്റെ ഉള്ളിൽ ഈ സംഭവം ക്ലീൻ ചെയ്യത്തില്ല. ഇത് ഞാൻ പുറത്ത് ഷോപ്പിൻ്റെ ഔട്ട്സൈഡാണ് ക്ലീൻ ചെയ്തില്ല. നമ്മുടെ ഈ പൊടിയെല്ലാം തിരിച്ച് ഓഫീസിലെ ലാപ്പും കമ്പ്യൂട്ടറിൻ്റെ മുകളിലൊക്കെ പോയിട്ട് ഇരുന്ന് പിന്നെ അത് വീണ്ടും തുടക്കൽ ഇരട്ടിപ്പണിയാണ്. അപ്പോൾ നമുക്കിനി ഇത് റീഫിക്സ് ചെയ്യാം. ഇപ്പറ സൈഡ് ക്ലോസ് ചെയ്യാം. എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ മദർ ബോർഡ് വരുന്ന ഇതായും കൊണ്ട് നമ്മൾ എടുത്ത് അവിടെ തന്നെ എല്ലാ സ്ക്രൂകളും കറക്റ്റ് തന്നെ ഫിക്സ് ഇടുക. പിന്നെ നമ്മളിത് ഓവറായിട്ട് ത്രെഡ് ടൈറ്റ് ആക്കല്. നമ്മൾ ഓവർ ടൈറ്റ് ചെയ്താലും നമ്മുടെ ഇഞ്ചസ് ഒക്കെ കട്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്മൂത്തായിട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ ഇത് ഒരിക്കലും അറിയാവുന്നവർ മാത്രം ചെയ്യുക. ഇല്ല നിങ്ങളുടെ ലാപ്ടോപ്പ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നിങ്ങൾ തന്നെയായിരിക്കും റെസ്പോൺസ്, വേറെ ആരും ആയിരിക്കില്ല. ഇല്ല നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് സർവീസ് സെൻറ്ററിൽ, നല്ല രീതി ചെയ്യുന്ന സർവീസ് സെൻറ്ററിൽ കൊടുത്താൽ മതി. അവർ നല്ല രീതി ചെയ്തു തരും. അതായിരിക്കും ബെറ്റർ. കാരണം അവർക്കാവുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം നമുക്കിവിടെ ഒത്തിരി കസ്റ്റമർ ഇങ്ങനെ വരാറുണ്ട്. ചിലർ അവർ തന്നെ ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പം അവർക്ക് അറിയത്തില്ല, അവർക്കൊരു നമ്മുടെ അടുത്ത് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളവരായത് കൊണ്ടാണ് നമ്മുടെ അടുത്ത് അവർ വരുന്നത്. പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് ഈ പരിപാടി ചെയ്യുന്നത് കൊണ്ട്
ആൾക്കാർക്ക് നമ്മളിലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കൺഫേം വരുത്തും എല്ലാ സ്ക്രൂകളും ഓക്കെ ആണോ. എന്നിട്ട് നമ്മൾ ഈ റബ്ബറിൻ്റെ സാധനമല്ല ഒരിക്കലും ഇങ്ങനെ വെച്ച് വലിക്കല്ലേ. ഇത് വലിക്കുന്നതനുസരിച്ച് ഈ സാധനം ഇതിന് നീണ്ടു പോയിക്കൊണ്ടിരിക്കും. അത് മെല്ലെ നമ്മൾ സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ ഈ വള, ഈ കയ്യേലിടുന്ന വളയാണ് ലാപ്പ് അഴിക്കുന്ന സമയത്ത് ഒരിക്കലും അത് ഇടല്ലേ കയ്യേൽ. എന്ന് വെച്ചാൽ ഈ വള കൊണ്ട് നമ്മുടെ മദർ ബോർഡെല്ലാം സർക്യൂട്ട് ഷോർട്ട് ആവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും കെയർഫുള്ളായിട്ട് ഇരിക്കുക. ഇതൊരു ചെറിയ ഗമ്മിയിലാണ് ഈ സംഭവം ഉള്ളത്. നമ്മൾ ഈ റബ്ബറിൻ്റെ ഒരു ബുഷ് പരിപാടിയിൽ അതൊത്തിരി വലിച്ചു പറിച്ച് നമ്മൾ ഒരിക്കലും എടുക്കല്ലേ. എന്തുകൊണ്ടാലും സ്മൂത്തായിട്ട് ചെയ്യണം. നല്ല പൊടിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാപ്പ് അഴിക്കാൻ നേരത്ത് ഇങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിക്കുക. എന്നാന്ന് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള ഇരുമ്പൊക്കെ ഇട്ട് ഇങ്ങനെ പൊക്കിയെടുത്താൽ ഇവിടെ എല്ലാം സ്ക്രാച്ചസ് ആവും. തിരിച്ച് കൊടുക്കാൻ നേരത്ത് കസ്റ്റമർ നമ്മളോട് ചൊറയാക്കും. അതിലും ഭേദം നമ്മൾ ഇങ്ങനെയുള്ള ടൂൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ ലാപ്പ് സൈഡ് കട്ടാവുകയോ പോറലോ അങ്ങനെ യാതൊരു സംഭവങ്ങളും വരത്തില്ല. അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അങ്ങനെ ലാപ്ടോപ്പ് ഓൺ ആയിട്ടുണ്ട്. യെസ്. അപ്പം നമുക്കിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം സൗണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ഇത് AMD Ryzen ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു CPU ഫാനിൻ്റെ സൗണ്ട് ചെറുതായിട്ട് വരും. പക്ഷേ ആദ്യത്തെ അത്ര ഇല്ലായിരുന്നു. ഇപ്പോൾ ലാപ്പ് ഓക്കെ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒത്തിരി ഈ ലാപ്പിൽ ഒത്തിരി സൗണ്ട് വരുമായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കസ്റ്റമർക്ക് കൊടുക്കാം.